അങ്ങനെ രാത്രി 10:30 കോഴിക്കോട് നിന്നുള്ള ട്രെയിനും കയറി നേരെ പാലക്കാട് പുലർച്ചെ 2:30 ചെന്നിറങ്ങി. അവിടുന്ന് നേരെ 4:30 പഴനിക്കുള്ള ട്രെയിനിൽ കയറിയപ്പോൾ തമിഴ്നാട്ടിലെത്തിയൊരു ഫീൽ എനിക്കുണ്ടായി. അതിൻ്റെ ഇടയിൽ ഒരു മലയാളീനെ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം. മൂപ്പരോട് എവിടെ ഇറങ്ങുന്ന ചോദിച്ചപ്പോൾ പഴനി കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനായി. കാര്യം വേറെ ഒന്നുമല്ല, അതുവരെ എനിക്ക് കിടന്നുറങ്ങാലോ. പഴനി എത്തിയാൽ മൂപ്പര് വിളിച്ചോളാന്നും പറഞ്ഞ്. പിന്നെ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഉറങ്ങിയേ ചോദിച്ചാൽ ഉറക്കം വന്നാൽ എനിക്ക് പ്രത്യേക ഒരു ധൈര്യം അങ്ങോട്ട് വരും. പിന്നെ ഈ പച്ചക്കുതിരയിൽ 24 മണിക്കൂറും ബാഗും പിടിച്ച് നടക്കുന്ന ആകാശ് മേനോനെ പോലെ ഞാനും എൻ്റെ ബാഗ് പിടിച്ചങ്ങോട്ട് ഉറങ്ങി. പഴനി എത്താനായപ്പോൾ മൂപ്പര് വിളിച്ചതും എൻ്റെ അലാറം അടിഞ്ഞതും ഒപ്പരയും. മൂപ്പരോടൊരു ബായും പറഞ്ഞ് ഞാൻ നേരെ നടന്ന്. ചുറ്റിലും കുറേ ഓട്ടോറിക്ഷ. എല്ലാവരും കൈ കാട്ടി കേറിക്കോ എന്നൊരു സ്നേഹത്തോടെ വിളിച്ചു. ഇവിടെ കോഴിക്കോട്ട് നിന്ന് ഒരു ഓട്ടോക്ക് കൈ കാട്ടിയ വരെ നിർത്താതെ പോണ ടീംസാണ്. തമിഴ്നാട്ടിലേക്കൊക്കെ എന്ത് സ്നേഹമല്ലേ. ഇങ്ങനെ വിചാരിച്ച് അങ്ങോട്ട് കയറി ചെന്നാൽ കയ്യിലെ പൈസ പോകുന്ന അറിയില്ല. വേറെ 2-2.5 കിലോമീറ്ററുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ഒരു വീട്ടിന് ചാർജ് എന്ന് പറഞ്ഞ് 150-200 രൂപ. ഞാൻ പിന്നെ നമ്മളെ ഗോസ്റ്റ് ഹൗസിൽ അപ്പുകൂട്ടം പറഞ്ഞ പോലെ അണ്ണാച്ചി വളി വിടുമ്പോന്ന് പറഞ്ഞ് അവിടുന്ന് സ്കൂട്ടായി. പിന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ ഒരു വാമപ്പ് ചെയ്യാന്ന് കരുതി അങ്ങോട്ട് നടന്ന്. പോകുന്ന വഴിക്ക് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കുതിരവണ്ടി, കുറെ പുതിയ സ്ഥലങ്ങൾ, ഇതെല്ലാം കണ്ട് ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ കൈ കരുതിയ ഫുഡും വെള്ളവും കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് കൊടൈക്കനാലിൽ പോവാന്ന് കരുതി ബാത്റൂം നോക്കി നടന്നു. അവിടെയുള്ള ബാത്റൂം കണ്ടപ്പോൾ 1 മാസം കുളിക്കാതെ നടക്കുന്ന എനിക്ക് നല്ലതെന്ന് തോന്നി. അങ്ങനെ അവിടെ കണ്ട ഏതോ ഒരു അക്കേനോട് എനിക്കറിയാവുന്ന തമിഴിൽ റൂം ഇട്ടോ ചോദിച്ച് ഒരു റൂം ഉണ്ടെന്ന് പറഞ്ഞ് ഇനി എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ തമിഴ് എനിക്ക് ഓവർ പറയാറില്ലെങ്കിലും കേട്ടാ നല്ലോണം മനസ്സിലാവുന്നോണ്ട് തന്നെ പോണ വഴിക്ക് എനിക്കെന്തോ ബാഡ് വൈബ് അടിച്ച്. സംഭവം ഒരു നല്ല ഇൻഡ്യൂഷനോട് കൂടി തന്നെ എനിക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഓരോരുത്തുനിന്ന് എസ്കേപ്പ് അടിച്ച്. അങ്ങനെ കൊടൈക്കനാലിലേക്കുള്ള ബസ്സും കയറി സീറ്റിൽ ഇരിക്കാൻ പോയപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞു.